അമേരിക്കയെ മുട്ടുകുത്തിച്ച ഹോർമുസ് കടൽ. ഇറാൻ ചരിത്രപരമായിരിക്കുന്ന വിജയം നേടിയതും ഈ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിലവിലെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ ഹോർമുസ് കടൽ എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ട് എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അഥവാ ഹോർമുസ് കടൽ തട്ടി അമേരിക്ക കാൽ തെറ്റി വീണു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. എങ്ങനെയൊക്കെയാണ് ഈ ഹോർമുസ് കടലിൻ്റെ സ്ഥിതി കാര്യങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര പാതയാണ് ഹോർമുസ് കടൽ എന്ന് പറയുന്നത്. അതിൽ ഖത്തർ, UAE, ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖ്, സൗദി അറേബ്യ ഈ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ പാത ഉപയോഗിച്ചുകൊണ്ട് മറ്റു ലോക രാജ്യങ്ങളിലേക്ക് എണ്ണ വിൽപ്പന നടത്തുന്നത്. അപ്പോൾ ഇവർക്ക് മറ്റ് ആശ്രയിക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇതിൻ്റെ താഴെ പരിശോധിക്കാം. ഇനി ഇറക്കുമതി ചെയ്യുന്ന, അത് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ അപ്പാടെയും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആശ്രയിച്ചുകൊണ്ട് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. ചെങ്കടൽ വഴി, ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ചെങ്കടൽ വഴി സൗദിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈപ്പ് ലൈൻ മാർഗം എണ്ണ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതിനൊരു പരിധിയുണ്ട്. ഒരു പരിധി വരെ പൈപ്പ് ലൈൻ മാർഗം ഉപയോഗിച്ചുകൊണ്ട് ചെങ്കടൽ വഴിയിലൂടെ സൗദിയിൽ നിന്ന് പുറത്തേക്ക് എണ്ണ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പരിമിതമാണ് എന്നതിനാൽ തന്നെ അത് വിജയിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. ഇനി UAE ആണെങ്കിൽ ഫുജൈറ വഴി എണ്ണ മറ്റുള്ള രാജ്യങ്ങൾക്ക് നൽകാൻ പറ്റും. അതിനും പരിമിതമായിരിക്കുന്ന റൂട്ടിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇറാഖിനാണെങ്കിൽ മെഡിറ്ററേനിയൻ കടൽ വഴി അവർക്ക് അങ്ങനെയും കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പക്ഷേ അവിടെ എല്ലാ സമയത്തും സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ സർവ്വസാധാരണമായി ഒളിഞ്ഞിരിക്കുന്ന ഒരു കടലാണ് മെഡിറ്ററേനിയൻ കടൽ. ഇസ്രായേലിൻ്റെ ഭാഗമായതുകൊണ്ട് എല്ലാ കാലത്തും പ്രശ്നങ്ങളാണ്. സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ആ മേഖലയിലൂടെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതും വലിയ പ്രയാസമാണ് എന്ന് ചുരുക്കം. മാത്രമല്ല ഈ പറയപ്പെട്ട രാജ്യങ്ങളൊക്കെ ഇനി ഇതിലല്ലാത്ത മറ്റൊരു മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ അതിൽ സുരക്ഷാ സംബന്ധമായ വിഷയം നമ്മൾ പറഞ്ഞു, പിന്നെ ചെലവ് കൂടും, ദൂരം കൂടും, സമയനഷ്ടം ഉണ്ടാകും. ഇതെല്ലാം കൂടി അതിജീവിച്ചുകൊണ്ട് ഇതിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഹോർമുസ് കടലിൻ്റെ നീളം 160 കിലോമീറ്ററാണ്. അഥവാ മൈൽസ് നോക്കുന്ന സമയത്ത് ഏകദേശം 100 മൈൽസാണ്. പേർഷ്യൻ ഗൾഫിനെ ഗൾഫ് ഓഫ് ഒമാനുമായി ബന്ധിപ്പിക്കുന്ന ചരിത്രപരമായിരിക്കുന്ന പാതയാണ് ഹോർമുസ് കടൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ വീതി ഏകദേശം 95 കിലോമീറ്റർ വീതി കൂടുതലുള്ള സ്ഥലത്തും വീതി കുറവുള്ളിടത്തും 33 കിലോമീറ്ററുമാണ്. ചുരുങ്ങിയ പാതയാണ് എന്ന് ചുരുക്കം. പക്ഷേ കപ്പലുകൾക്ക് ഇത് ഉപയോഗിക്കാൻ ഈ പറയപ്പെട്ട അത്രയും ദൂരം ഉപയോഗിക്കാൻ വേണ്ടി അവർക്ക് അനുമതിയില്ല. അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി അനുമതിയുള്ളത് 3 കിലോമീറ്റർ പ്ലസ് 3 കിലോമീറ്റർ മാത്രം വീതിയാണ്. അതായത് 2 ദിശകൾ മാത്രം, അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും. ഉപയോഗിക്കേണ്ടത് 2 ഭാഗത്തും കൂടി 6 കിലോമീറ്റർ മാത്രമേ ഉപയോഗിക്കാവൂ. ഈ വടക്ക് ഇറാനും തെക്ക് ഒമാനുമാണ് ഈ കടലിൻ്റെ പ്രധാനമായിരിക്കുന്ന അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. 2 ഭാഗം കൂടി ഈ ചേരുന്ന കടലുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഇതൊരു അന്താരാഷ്ട്ര പാതയാണ്. പൂർണ്ണമായി അടക്കാൻ പാടില്ലെന്നാണ് UN-ൻ്റെ അന്താരാഷ്ട്ര നിയമം. സമ്പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തലിന് ശേഷം മാത്രമേ സൈന്യത്തെ പിൻവലിക്കുകയുള്ളൂ എന്ന് അമേരിക്ക ഇതിൻ്റെ ഇടയിൽ പറഞ്ഞതോടുകൂടി ഹോർമുസ് കടൽ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തു? ഇപ്പോഴത്തെ നെല്ല് സമയത്ത് 15 കപ്പലിനെ മാത്രമേ തങ്ങൾ കടത്തി വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇതിലെ വിഷയം എന്ന് പറഞ്ഞാൽ UN സഭയുടെ അംഗീകാരം, UN സഭ ഇതൊരു അന്താരാഷ്ട്ര പാതയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായി ആ കാലത്ത് തന്നെ ഇറാൻ അംഗീകരിച്ചിട്ടില്ല. ഈ UN-ൻ്റെ നിയമങ്ങളും നിയമവ്യവസ്ഥയും അംഗീകരിക്കുന്നത് ഇറാൻ മാത്രമാണ്. ഇസ്രായേലിനും അമേരിക്കയ്ക്ക് ഒരു കാലത്തും അത് ബാധകമല്ല. ആയതിനാൽ തന്നെ തങ്ങളും അത് അംഗീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഞങ്ങളുടെ രാജ്യാതിർത്തി പങ്കിടുന്ന ഭാഗമായതിനാൽ തങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതാണ്. ഇവിടെ ഏത് തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇറാനുണ്ട് എന്നാണ് ഇറാൻ അതിൽ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം. ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 40 ദിവസത്തിന് മുൻപുള്ള ചരിത്രപരമായിരിക്കുന്ന അന്നേ വരെയുള്ള കാലെടുത്ത് പരിശോധിച്ചാൽ ഇവിടെ ചുങ്കം ചുമത്തുക എന്നൊരു പരിപാടിയൊന്നുമില്ല. ഒരു സ്വതന്ത്ര പാതയായിട്ട് സാധാരണഗതിയിൽ ഇറാൻ അതിൽ ഇടപെടാറില്ല. ഇറാൻ്റെ മാർഗത്തിലൂടെയും മറ്റുള്ള ഈ കപ്പലുകൾ ഈ മാർഗത്തിലൂടെ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് പോകാറുണ്ട്, ലക്ഷ്യത്തിലെത്താറുണ്ട്. വിഷയങ്ങളൊന്നുമില്ല. യുദ്ധമായതോടുകൂടി ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ആയുധം കൊണ്ടുള്ള യുദ്ധമല്ല, ബുദ്ധിപരമായ രീതിയിൽ നീക്കുപോക്കുകൾ നടത്തി കൃത്യതയോടുകൂടി രേഖയും വരയും വരച്ചുകൊണ്ട് ഇറാൻ ചെയ്യുന്ന യുദ്ധമാണ്.
അതുകൊണ്ടാണ് അതിജീവിക്കാൻ അവർക്ക് സാധിക്കുന്നതും. അമേരിക്ക എല്ലാ ദിവസവും കൊണ്ടിരിക്കുന്നതിന് പ്രധാനമായിരിക്കുന്ന കാര്യമാണ്. യുദ്ധം കൊണ്ട്, ആകാശ യുദ്ധം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇറാൻ ഈ അമേരിക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്നോ ഇറാൻ പരാജയപ്പെട്ടു. പക്ഷേ അവർ ചെയ്യുന്ന അവരുടെ ബുദ്ധിപരമായിരിക്കുന്ന നീക്കം നോക്കണം. ഓർമുസ് കടൽ അത് അടച്ചതോടുകൂടി എന്തായി, അന്താരാഷ്ട്ര വിപണി ആകെ സ്തംഭിച്ചു പോയി. വിപണിയുടെ ഈ പെട്രോളിയത്തിൻ്റെ വില, ഉൽപ്പന്നങ്ങൾ കൂടി വരുന്നു എന്ന് മാത്രമല്ല, അതിനപ്പുറമായിട്ട് സാധനങ്ങൾ കിട്ടാതെ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു യുദ്ധം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു യുദ്ധമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറാൻ വേണ്ടി ഓർമുസ് കടൽ പാത ഇറാൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന തന്ത്രപരമായിരിക്കുന്ന ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഭീഷണിപ്പെടുത്തി ഓർമുസ് തുറപ്പിക്കാൻ കഴിയില്ലെന്ന് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞു. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ സംവിധാനവും സംഘടനാശേഷിയും ആയുധബലവും ആയുധം ഉപയോഗിക്കാനുള്ള സൈനികരുമുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്നതിനാൽ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ട് ഓർമുസ് കടൽ അടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല, നിങ്ങൾക്കതിന് സാധ്യമല്ല എന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ. അപ്പോൾ അതോടെ ഇതിലെ വിഷയം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ 1/5 കപ്പലും കടന്നു പോകുന്ന ഒരു പാതയാണ് എന്നൊരു പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ ഈ സാമ്പത്തിക വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ വരാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, സർവ്വമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും തങ്ങളുടെ യുദ്ധവിജയത്തിന് വേണ്ടിയും തങ്ങളുടെ പ്രതികാരത്തിന് വേണ്ടിയും തങ്ങൾ അറ്റകൈ പ്രയോഗിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ യുദ്ധത്തിൻ്റെ റൂട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒന്ന് നമ്മൾ പറഞ്ഞ ഹോർമുസ് കടൽ, രണ്ടാമത്തത് അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക ബേസുകൾ, അവരുടെ സൈനിക താവളങ്ങൾ, അവരുടെ സൈനികർ, അവരുടെ എംബസികൾ, അവരുടെ കോൺസുലേറ്റുകൾ, അവർ താമസിക്കുന്ന ഇടങ്ങൾ, അവർ ജോലി ചെയ്യുന്ന മേഖലകൾ, ഇതൊക്കെ ആക്രമിക്കുന്നു. ഇതൊക്കെ അപൂർവമായ രീതിയിലും അത്യപൂർവമായ രീതിയിലും ഇതുവരെ അമേരിക്ക കാണാത്തതുമാണ്. കാര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ 19ഓളം രാജ്യങ്ങൾ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങൾ ആക്രമിക്കുന്നതെല്ലാം അമേരിക്കയുടെ കാരണത്താലാണ്. ഇവർക്ക് പ്രതിരോധം ഒരുമിച്ചുണ്ടാക്കുക, കൂടുതൽ അപ്പുറമായ രീതിയിൽ ഇസ്രായേലിനെ സംരക്ഷിക്കുക, ഇസ്രായേലിന് പ്രതിരോധം ഉണ്ടാക്കുക, അതിനും അപ്പുറമായ രീതി ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പാത തുറക്കാൻ വേണ്ടി ഈ വഴികളും മാർഗങ്ങളും ഉണ്ടാക്കുക, ഇതെല്ലാം കൂടി അമേരിക്കയ്ക്ക് താങ്ങുന്നതിനും അപ്പുറമായിരിക്കുന്നു. എന്നാൽ ഇതെല്ലാം കൂടി ഇറാന് താങ്ങുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രസമായിട്ട്, അല്ലെങ്കിൽ ഇതൊരു സന്തോഷപരമായിരിക്കുന്ന ഒരു യുദ്ധമായിട്ട് ഏറ്റെടുത്തു. പല ഘട്ടങ്ങളിൽ അവരുടെ പ്രയോഗങ്ങൾ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ യുദ്ധത്തിലേക്ക് വീണ്ടും വരും, ഞങ്ങൾക്ക് യുദ്ധത്തിനാണ് തയ്യാറ്, സമാധാനപരമായിരിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല, ഇങ്ങോട്ട് വരും, നമുക്ക് നോക്കാം എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹോർമുസിലെ തൊട്ട സമയത്തുണ്ടാകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിരിക്കുന്ന മാറ്റം. അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് പോലും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാനുള്ള കാരണം അമേരിക്ക തന്നെയാണ്. കാരണം ഹോർമുസ് കടൽ അടച്ചതാണ്. ഹോർമുസ് കടൽ അടക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിക്കൊടുത്തത് അമേരിക്കയാണ്. അപ്പോൾ അവരാണ് ഈ പ്രവർത്തികൾ ചെയ്ത് അതിൻ്റെ പരിണിത ഫലം ലോകം മുഴുവൻ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഈ അമേരിക്ക ഈ ഭൂമികയിൽ ഒറ്റപ്പെട്ടു പോകുന്നു ഇസ്രായേലിന് വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും വലിയ വിഷയങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഹിസ്ബുള്ള ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇതിനോട് ലിങ്ക് ചേർത്തുകൊണ്ട്, അതായത് 10 ഇന നിർദ്ദേശങ്ങളാണ് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ മുന്നോട്ട് വെച്ചത്. 15 ഇന വെടിനിർത്തൽ, 5 ഇന വെടിനിർത്തൽ നമുക്ക് ചർച്ചയാവാം എന്ന് പറഞ്ഞു. 10 ഇന വെടിനിർത്തൽ അംഗീകരിക്കാം എന്ന് പറഞ്ഞു. 14 ദിവസത്തെ വെടിനിർത്തൽ ഔദ്യോഗികമായിട്ട് സോഷ്യൽ ട്രൂത്തിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഈ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ലെബനാനെ ആക്രമിക്കുന്നു. ലെബനാനെ ആക്രമിക്കുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇതിൽ 4ാമത്തെ കരാർ വ്യവസ്ഥയിൽ പറയുന്നത് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണം എന്നുള്ളതാണ്. എന്നാൽ ഇസ്രായേൽ പറയുന്നത് എന്താണ്, ഈ കരാർ നിങ്ങൾ ഉണ്ടാക്കിയപ്പെട്ട കരാർ വ്യവസ്ഥ തങ്ങളുമായിട്ട് ബാധകമല്ല എന്നുള്ളത്. അത് തന്നെ അമേരിക്കയും പറയുന്നു. എന്നാൽ പിന്നെ ഇതിന് അംഗീകാരം നൽകിയത് എന്ന് 4ാമത്തെ ഈ കരാർ വ്യവസ്ഥ വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഇറാൻ അമേരിക്കയെ വെല്ലുവിളിക്കുന്നു. അപ്പോൾ പിന്നെ അമേരിക്ക മൗനം പാലിക്കുന്നു. ഈ തരത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്, ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ ഹോർമുസ് കടലുമായിട്ട് ലിങ്ക് ചേർത്തുകൊണ്ട് ഇപ്പോഴത്തെ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഗൗരവപരമായിരിക്കുന്ന വിഷയമാക്കി ഓട്ടോമാറ്റിക്കായിട്ട് ഇറാൻ മാറ്റിയിരിക്കുകയാണ്. അഥവാ ഈ വിഷയത്തിൽ കൃത്യമായിരിക്കുന്ന ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ ഹോർമുസ് കടൽ തങ്ങൾ തുറക്കുക. ഇപ്പോൾ തന്നെ 15 കപ്പൽ, നമ്മൾ പറയും 15 കപ്പലാണ് പ്രവേശിക്കുന്നത്. അത് 4 കപ്പലായിരുന്നു. പിന്നീട് ഇഷ്ടംപോലെ കപ്പൽ പ്രവേശിക്കാനായി. അതിൽ പണം ടോൾ വാങ്ങാനുള്ള അവകാശം തങ്ങൾക്ക് ഭാഗിച്ച് തരണം എന്ന്
അമേരിക്കയോട് പറഞ്ഞു, ഈ കരാർ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്, അത് അമേരിക്ക സമ്മതിക്കുകയും ചെയ്തു. അവിടെ രണ്ട് പ്രശ്നം അമേരിക്ക തന്ത്രപരമായിരിക്കുന്ന ഒരു അംഗീകാരമാണ് ഇതിൽ കൊടുത്തത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വല്ല കാരണവശാലോ ഈ പറയപ്പെട്ട പണം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറാൻ അനുമതി നൽകിയിട്ടില്ലെങ്കിൽ 2025-ലും 2026-ലും ഈ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് ഇറാൻ ആക്രമിക്കപ്പെട്ടതിന് നഷ്ടപരിഹാരം തങ്ങൾ നൽകേണ്ടി വരും. ആ നൽകുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലോകത്തിലെ മറ്റുള്ള കപ്പലോട് വാങ്ങിക്കോട്ടെ, എന്നാൽ തങ്ങൾക്ക് കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ എന്നുള്ളതാണ്. രണ്ട് തരത്തിൽ, പക്ഷേ ഇറാൻ കണക്കുകൂട്ട് രണ്ട് തരത്തിലാണ്. ഈ മേഖലയിൽ നിന്ന് തീർച്ചയായിട്ടും തങ്ങളുടെ അതിർത്തിയുമായിട്ട് പങ്കിടുന്ന കടലായതുകൊണ്ട് തങ്ങൾക്ക് ചുങ്കം വാങ്ങാൻ, ന്യായപരമായിട്ട് വാങ്ങാൻ അധികാരമുണ്ട്. രണ്ടാമത്തത്, അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ച് നഷ്ടപരിഹാരം തരികയും വേണം. ഈ രൂപത്തിലാണ് ഇപ്പോഴത്തെ വെടിനിർത്തലും കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നത്. അത് എവിടെ എത്തും എന്നുള്ളത് വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കണ്ടറിയാൻ വേണ്ടി സാധിക്കും എന്നാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.